വയനാട് പരപ്പൻപാറയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കുടുങ്ങിപ്പോയവരെ തിരികെ എത്തിച്ച ദൗത്യസംഘത്തിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ്. തണ്ടർബോൾട്ട് SOG ടീമിനൊപ്പം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയ, അതായത് ഈ ദുരന്ത മുഖത്തേക്ക് എത്തിയ 18 രക്ഷാപ്രവർത്തകർ കഴിഞ്ഞ ദിവസം കുടുങ്ങിപ്പോയ വാർത്തയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ആ സംഘത്തെ അവിടേക്ക് കടന്നെത്തി രക്ഷപ്പെടുത്തിയ തണ്ടർബോൾട്ട് SOG ടീം അംഗങ്ങളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു രക്ഷാദൗത്യം അത് വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതെ, ഒരു റെസ്ക്യൂ ടീമിനെ റെസ്ക്യൂ ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായതുകൊണ്ട് ഞങ്ങളും കമാൻഡോസും SOG ടീം വളരെ ഹാപ്പിയാണ്. എങ്ങനെയാണ് ഇവരെ ആദ്യം കണ്ടെത്തുന്നത്? ഞങ്ങൾക്ക് SOG കൺട്രോൾ റൂമിൽ നിന്നും കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരാളുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ആ ടവർ ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മൂവ് ചെയ്തിരുന്നത്. എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഈ അങ്ങോട്ടേക്ക്, ആ ഭാഗത്തേക്ക് മൂവ് ചെയ്ത ഈ ഒരു സംഘത്തിൽ? ഞാൻ ഉൾപ്പെടെ 14 കമാൻഡോസ്, മൊത്തം 15 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഇവരെ എങ്ങനെയായിരുന്നു, ഈ പുഴയുടെ ഭാഗത്തായിരുന്നു അതോ മറുകരയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു? ആ പുഴയുടെ അക്കരയായിരുന്നു. അവിടുന്ന് നിലമ്പൂർ ഭാഗത്തേക്ക് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ഏകദേശം 20 കിലോമീറ്റർ കൊണ്ടുപോകണം. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് 20 കിലോമീറ്ററിൽ കൊണ്ടുപോകാൻ അതും വളരെ വന്യജീവികളുള്ള ആന ശല്യം വളരെയുള്ള സ്ഥലമാണ് നിലമ്പൂർ മേഖല. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി സൗകര്യം ഈ ഭാഗത്ത് കിടക്കുന്നതായതുകൊണ്ട് നമ്മുടെ കമാൻഡോസിനും കൃത്യമായിട്ട് സ്ഥലത്തെക്കുറിച്ച് ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ഞങ്ങൾ അവരെ കടത്തിയത്. എങ്ങനെയാണ് ആദ്യം ഒരു എയർലിഫ്റ്റിംഗ് നടന്നിരുന്നു, അത് മൃതശരീരമാണെന്നാണ് അറിഞ്ഞത്? അതെ, ആദ്യം അവർക്ക് കിട്ടിയ മൃതശരീരമാണ് ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തത്. പിന്നീട് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പാലം നിർമ്മിക്കുകയായിരുന്നു. അതെ, ഈ ഭാഗത്തേക്ക് ഞങ്ങൾ റോപ്പ് ഒരാൾ കടന്നിട്ട് ആ റോപ്പിലൂടെയാണ് ബാക്കിയുള്ളവരെ കടത്താറ്. പക്ഷേ ഇത്രയും ശക്തമായ ഒഴുക്കും വളരെ പാറക്കല്ലുകൾ നിറഞ്ഞ ഭാഗത്ത് ഒരു കാരണവശാലും നമുക്ക് നീന്തി കടക്കാൻ ഒരാൾ കടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഏറ്റവും ലഭ്യമായത് മുളയായിരുന്നു. അതുകൊണ്ട് മുള വെട്ടി ഈ പാലം നിർമ്മിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു ടീമിനെ കൂടുതലായി ആർക്കും അങ്ങനെ പരിചയമില്ല എന്ന് തോന്നുന്നു. കാരണം ഈ മേഖലകളിലൊക്കെ ഇറങ്ങി ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. ഈ മേഖലകളിലൂടെ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അവരെ ഇപ്പോൾ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ തന്നെ തുടരും. തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഏത് ടാസ്കും ഏറ്റെടുക്കാൻ കമാൻഡോസ് തയ്യാറാണ്. തീർച്ചയായും അത് തന്നെയാണ് ആ കോൺഫിഡൻസ് നമുക്ക് മനസ്സിലാകും. അത്രത്തോളം ഈ ഒരു ട്രെയിനഡ് ആയിട്ടുള്ള കമാൻഡോസ് ആണ് ഈ ഒരു ദൗത്യം ഇന്ന് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. 18 പേരെയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരെ ഈ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി വാഹനത്തിൽ അവരെ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും നിലമ്പൂരിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തകരെ രക്ഷിക്കുവാനുള്ള ഒരു ദൗത്യമായിരുന്നു അത്. എന്തായാലും ഈ സമയം നമുക്ക് അവരോടൊപ്പം തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകും വലിയ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത്തരത്തിൽ ഈ ദൗത്യം ഇവിടെ പൂർത്തിയാവുകയാണ്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം മനോജ്, ജനം, വയനാട്.